ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോണത് ഡക്ക് ഒരു കൊറിയൻ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പോവാണ്. ഇതിൻ്റെ വില $32.21. നമ്മുടെ നാട്ടിൽ അറൗണ്ട് ഒരു 1800 രൂപയോളം വരും. അപ്പോൾ ഈ സാധനം നമുക്ക് വീട്ടിൽ പോയി ഗ്രില്ല് ചെയ്ത് സ്റ്റഫൊക്കെ ചെയ്ത് ഗ്രില്ല് ചെയ്യാം. അതിൻ്റെ കൂടെ പിന്നെ ഒരു ബേർഡിൻ്റെ ഗിസാർഡും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ. ഓക്കെ ഗായ്സ്, നമ്മളപ്പോൾ നാരങ്ങ മുറിക്കാൻ പോവാം. അപ്പോൾ നാരങ്ങ നമ്മൾ എപ്പോഴും മുറിക്കാൻ നേരത്ത് ശ്രദ്ധിക്കണം. കാര്യം മാക്സിമം ജ്യൂസ് ഇതിൻ്റെ അകത്ത് വരണമെങ്കിൽ നമ്മളെപ്പോഴും ഇതിനെ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. കാര്യം ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്ക് എന്താ നാരങ്ങക്ക് സംഭവിക്കണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള അല്ലുകളെല്ലാം ക്രഷ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിഴിയുന്നെങ്കിൽ മാക്സിമം ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് മേടിച്ചേക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡക്കിന്റെ ഗിസാർഡാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ ഒരു നനഞ്ഞ തുണി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് നമുക്ക് ഈ കട്ട് ചെയ്യുമ്പോൾ താഴെ ഇടണം. ഇപ്പം വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ടിഷ്യൂ പേപ്പർ മേളിലുണ്ട്, ഇളകാത്ത കണ്ടോ. ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലാതെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ഈ സ്കിന്ന് ആക്ച്വലി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ബാക്കി നമ്മൾ കട്ട് ചെയ്യുക. ഹെർബ്സ് ആയിട്ട് നമ്മൾ 2 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒന്ന് തൈം, ഒന്ന് റോസ്മേരി. കാര്യം ഈ സാധനം നമുക്ക് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, സൂപ്പർ മാർക്കറ്റിലുണ്ടാവും. പക്ഷേ ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും സുലഭമായി കിട്ടുന്ന 2 ഹെർബ്സാണ് തൈമും റോസ്മേരിയും. കാര്യം ഈ 2 സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നല്ല ഫ്ലേവേഴ്സ് ഉണ്ടാക്കും. അപ്പോൾ ആദ്യം നമ്മൾ 2 ലൈം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. എക്സ്ട്രാ അതിൻ്റെ കൂടെ വരുന്നത് കുറച്ച് ഇഞ്ചി, ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി, റോസ്മേരി, പിന്നെ വേണ്ടത് കുറച്ച് തൈം. ഇതിന് ഈ 2 സാധനങ്ങൾ ഹെർബ്സ് ആണ്, നമ്മളതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കുറച്ച് അരപ്പുകൾ അരച്ചെടുക്കണം. അതിന് കുറച്ച് ഉള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിങ്ങനെ ഫൈനായിട്ട്, അതിടുക. കുറച്ച് ജിഞ്ചർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിടുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഗാർലിക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, അതിടുക. റോസ്മേരി, അതിൻ്റെ കൂടെ ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഹെർബാണ് തൈം. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഫ്ലേവർ കൊടുക്കുന്ന സാധനം. അതിൻ്റെ കൂടെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലെമൺ. നമ്മൾ ഇത്തവണ ഉണ്ടാക്കുന്നത് സാധാരണ ബാർബിക്യൂവിൽ നിന്ന് വ്യത്യാസപ്പെട്ടൊരു കൊറിയൻ സ്റ്റൈൽ ബാർബിക്യൂ ഫ്ലേവേർഡ് ഡക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ മേടിച്ചേക്കുന്ന ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ ബാർബിക്യൂ അതല്ല, നമ്മളൊരു കൊറിയൻ സ്റ്റൈല് ബാർബിക്യൂ മേടിച്ചേക്കുന്നത്. കാര്യം ചെറിയ ഫ്ലേവർ വ്യത്യാസമുണ്ട് നമ്മുടെ സാധാരണ ഇവിടെ കിട്ടുന്ന ബാർബിക്യൂവും ഈ ബാർബിക്യൂ സോസുമായിട്ട്. അപ്പോൾ നമ്മൾ അത് കുറച്ച് ഒഴിക്കുകയാണ്. എല്ലാം ഒഴിച്ചെങ്കിൽ പോലും നമ്മൾ മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ സീ സോൾട്ട്, അതല്ലെങ്കിൽ ഉപ്പ്. അത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. എന്ത് സോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉപ്പ് അത്യാവശ്യമാണ്. പിന്നെ ഉള്ളത് ബാൽസമിക് വിനിഗർ, അതായത് നമ്മുടെ നാട്ടിലെ അതേ വിനാഗിരി അല്ല, ഇവിടുത്തെ ഒരു വേറെ കുറച്ച് ഫ്ലേവേഴ്സും സോയ സോസിൻ്റെ ഒക്കെ ഫ്ലേവറായിട്ടുള്ള ഒരു വിനിഗറാണ്. അപ്പോൾ നമ്മൾ കൊറിയൻ സ്റ്റൈലായിട്ടാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഇതും കുറച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡക്കിനെ പ്ലേസ് ചെയ്യുക. പിന്നെ നമ്മൾ ഡക്കിന് കോഴിനെ പോലെയല്ല, ചെറുതായിട്ട് ചില ഒരു മണം ഉണ്ടാവും.
അപ്പോൾ ആ മണം മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത് വെച്ച നാരങ്ങ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യണം. എല്ലാ സ്ഥലവും നന്നായിട്ട് റബ്ബ് ചെയ്യണം. നമ്മൾ കുറച്ച് നേരത്തേക്ക് വിനാഗിരിയും നാരങ്ങാ നീരും കൂടിയുള്ള ഒരു സൊല്യൂഷനിൽ കുറച്ച് നേരം ഇതിനെ ഒന്ന് ഇമേഴ്സ് ചെയ്തിടണം. അതല്ലെങ്കിൽ ഇതുണ്ടാക്കി വരാൻ നേരത്ത് ചെറിയൊരു സ്മെല്ലുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചൊവ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഒന്ന് റബ്ബ് ചെയ്യുന്നു. നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത്, നമ്മൾ താളവ് ഗ്രില്ലല്ല ചെയ്യുന്നത്. അപ്പം ദേഹം മുഴുവനൊന്ന് വരയണം, എങ്കിലേ മസാല എല്ലായിടത്തും പിടിക്കുള്ളൂ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഷെഫ്സിനൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ എനിക്ക് ഇടത്തോട്ടും വലത്തോട്ടും മുറിക്കാൻ അറിയാം. ഇനി ഇപ്പുറ സൈഡ് നമുക്ക് നോക്കാം. ഇവിടെ സത്യം വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഇവിടെ കൂടുതലും ബോൺസ് ആണ് വരുന്നത്. എങ്കിൽ പോലും നമുക്ക് വരഞ്ഞു കൊടുക്കാം. ആവശ്യത്തിന് വരഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല നമ്മൾ കുറച്ച് ബ്ലെൻഡ് ചെയ്തെടുത്ത പോലെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണമാണ്. അപ്പം നമുക്ക് ഇതിലോട്ട് ആദ്യം തേച്ച് പിടിപ്പിക്കാം. നമുക്ക് എപ്പോഴും എന്തൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഗുഡ് തിങ്സ് ടേക്ക് ടൈം. നല്ല കാര്യങ്ങൾ എപ്പോഴും സമയമെടുത്ത് ചെയ്യാവുള്ളൂ. ജീവിതത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാവൻ? അതൊരു വലിയ കഥയാണ്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് എല്ലാ മസാലയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ സ്റ്റഫ് ചെയ്യാനുണ്ട്. അപ്പൊ ആ സ്റ്റഫ് ചെയ്യുന്ന സാധനങ്ങൾ കട്ട് ചെയ്ത് ശരിയാക്കുന്നവരെ ഇവനെ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. അത് കഴിയുമ്പോൾ സ്റ്റഫ് ചെയ്ത സാധനങ്ങൾ കയറ്റിയിട്ട് നിങ്ങൾ ഒന്നുകൂടി കാണിക്കുന്നതാണ്. സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്യുക. ഇത്രയും സ്ഥലം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ക്ലോ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാവുള്ളൂ ഭക്ഷണം ആരുണ്ടാക്കുമ്പോഴും. കാര്യം നമ്മൾ ഇങ്ങനെയാണ് ഭക്ഷണം വെക്കണമെങ്കിൽ അറിയാതെ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇങ്ങനെ ക്ലോ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സ്ഥലത്ത് അര ഇങ്ങനെ വന്നോളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് കൈ മുറിയത്തില്ല. ക്യാപ്സിക്കം, ഷാലറ്റ്സ്, അതായത് നമ്മുടെ നാട്ടിലെ ചെറിയ ഉള്ളി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടാറ്റോ. ഒത്തിരി എടുക്കുന്നില്ല, കുറച്ച് പൊട്ടാറ്റോസ് എടുക്കുന്നുണ്ട്. ഇത് സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി വലിയ പീസായിട്ടുണ്ടെങ്കിൽ അവസാനം ഭക്ഷണം ഉണ്ടായി വരുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്യുന്നത്. പിന്നെ പൊട്ടാറ്റോസിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, എത്ര ഉപ്പിട്ടാലും ഉപ്പ് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിന് മേളിൽ നമുക്ക് കുറച്ച് ഉപ്പ് തൂക്കണം. ഹാലപ്പിനോ നമ്മുടെ നാട്ടിലുള്ള മുളക് ബജിയുടെ ഷേപ്പാണ്. പക്ഷേ നാട്ടിലെ പോലെ തന്നെ ഇതിനും എരിവില്ല. ഇത് ഒരു മെക്സിക്കൻ ടൈപ്പ്, കൂടുതലും മെക്സിക്കൻ ഡിഷസിലും മറ്റുമൊക്കെ പോകുന്ന എരിവില്ലാത്തൊരു മുളകാണ് ഹാലപ്പിനോ. ഇതിലോട്ട് നമുക്ക് സ്റ്റഫ് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഒരു എഗ്ഗിൽ സ്റ്റാർട്ട് ചെയ്യാം. കയ്യിൽ നിന്ന് പോയി വൈബ്. പെപ്പർ, നമ്മുടെ ബ്ലാക്ക് പെപ്പർ കുറച്ചുകൂടി തൂളി, അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഉപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി വൈബായിരുന്നു. പക്ഷെ ഉപ്പ് നമുക്ക് അതിന്റെ കൂടെ ഇടാം. അതർവൈസ് എന്റെ അസിസ്റ്റൻസ് ഇപ്പൊ കൊണ്ടുവരും. വലൈക്കും സലാം. എന്നയാ കണ്ടോ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഉപ്പ് വന്നു.
ഉപ്പ് കുറച്ചുകൂടി വെതറിയ കുറച്ചുകൂടി വൈബായിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. നാരങ്ങയുണ്ട്, അത് നമ്മൾ ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ചിങ്ങനെ പിഴിഞ്ഞൊഴിക്കുക, ആ ഫ്ലേവർ ഒന്ന് ഈവൻ ആവാൻ. അത് കഴിഞ്ഞിട്ട് ഇത് അതേപടി ഉള്ളിലോട്ട് വെക്കുക. ബെൽ പെപ്പർ സ്റ്റഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാം സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന കമ്പി ഉണ്ടോ, ഇത് കമ്പി നമുക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി മേടിച്ചതല്ല, പക്ഷെ എല്ലാം ചെയ്ത് വന്നപ്പോഴാണ് കാര്യം. നമ്മൾ ജസ്റ്റ് എല്ലാം സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഗ്രില്ലിൽ കയറ്റാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷേ ഇത് കുറച്ച് ഹെവി ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ഒരു കമ്പി മേടിച്ച് നമ്മൾ അത്യാവശ്യം റാപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്നാ പറ്റുന്നത്, ഇത് അത്യാവശ്യം കുക്ക് ആവാൻ നേരത്ത് ഈ സൈഡിലും അവിടെ ഇവിടെയൊക്കെയുള്ള, അതായത് ഓപ്പൺ ഹോൾ ആയിട്ടുള്ള 2 സ്ഥലങ്ങൾ, ഒന്ന് പെടലിയുടെ സ്ഥലവും ഒന്ന് പുറകിലെ ഈ വശവും, ഇവിടുന്ന് നമുക്ക് ഈ വെജിറ്റബിൾസ് പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ഒരു രീതിയിലുള്ള കമ്പി വെച്ച് ഇതിന് അത്യാവശ്യം ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഗ്രില്ലിൽ കയറ്റിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഗ്രില്ലായിട്ട് കിട്ടും. ഓക്കെ, ഈ സംഭവത്തിനെ ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കുക എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് നോക്കാം. എങ്ങനെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഡക്ക് ഗിസാർഡ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. പക്ഷെ നമ്മുടെ മീറ്റ് ചവക്കുന്ന പോലെയല്ല, ഗിസാർഡ് കഴിക്കുന്നതായിട്ടുള്ള ചെറിയ ചവക്കാനുണ്ട്, അതായത് റബ്ബർ കഷ്ണം ചവക്കണ പോലെയാണ് അതിന്റെ പൊതുവെ ടേസ്റ്റ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോഴും അങ്ങനെയാണ്, എങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഡക്കും മറ്റുമൊക്കെ ഫ്രൈ ചെയ്ത് ഗ്രില്ലിൽ കയറ്റിയിട്ട് കുറച്ച് മണിക്കൂറായി. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഗ്രിൽഡ് ഡക്ക് റെഡിയായി. ഇതാണ് അതിൻ്റെ അവസാനത്തെ അവസ്ഥ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമുക്ക് പതുക്കെ വിളിക്കാം. എങ്ങനെ മനു ബേബി രാസ സന്ദീപേ സുശീല